അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ് ഇന്ന്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിരവധി മരണവാർത്തകളാണ്. ഏറെ വേദനിപ്പിക്കുന്ന, സഹിക്കാൻ പറ്റാത്ത വാർത്ത. ചില ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമ്മൾ തന്നെ ആശങ്കപ്പെടാറുണ്ട്. നിരവധി മരണവാർത്തകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിറഞ്ഞു നിൽക്കാറ്. ചില മരണവാർത്തകൾ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ആശങ്കപ്പെടാറുണ്ട്. ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് വന്നത് നിരവധി കുഞ്ഞു മക്കളുടെ മരണവാർത്തകളായിരുന്നു. അതിലേത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓരോ മരണവാർത്തകളും, ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടില്ല എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇന്ന് ഏറെ വേദനിപ്പിക്കുന്ന ദിവസമായി പോയി. ഈ മക്കളൊക്കെ മരണപ്പെട്ടതാ. അപകടത്തിലും അബദ്ധത്തിലും നമ്മളൊക്കെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മക്കൾ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്ന് നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇന്ന് ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയേ മതിയാകൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഈ മക്കളൊക്കെ ഇന്ന് പടച്ചറബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മക്കളുടെ കാര്യമല്ല, ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാണ് മാനസിക നില തെറ്റിയ അവസ്ഥയിൽ. എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. മക്കളുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ജീവിതവും ജീവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബ്ബിന്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ചറബ്ബിന്റെ വിധിയെ നമുക്ക് തടയാനൊന്നും സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണം. ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, അത്ര തന്നെ. ബാക്കിയൊക്കെ പടച്ചറബ്ബിന്റെ കയ്യിൽ. ഏറെ കണ്ണീരോടെയായിരുന്നു അമീൻ ഷാ എന്ന ഈ ഒരു 11 വയസ്സുകാരന് ആ നാട് വിട നൽകിയത്. ഒരു നാടിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയ പൊന്നുമോന്റെ മരണം, ആ ഒരു കുടുംബത്തിന്റെ വേദന, ആ ഒരു മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ സമാധാനിപ്പിക്കും? നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള നിരവധി വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് പാളത്തിൽ പൊലിഞ്ഞു പോയത്. ഇന്നലെ ചെട്ടിപ്പടിയിൽ വെച്ച് ട്രെയിൻ തട്ടി മരണപ്പെട്ടു പോയ 11 വയസ്സുകാരനായ അമീൻ ഷാ. പരപ്പനങ്ങാടിയിലായിരുന്നു സംഭവം. പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഈ പൊന്നുമോന് ട്രെയിൻ തട്ടുന്നത്. കണ്ടു നിൽക്കാൻ പറ്റാത്ത അതിദാരുണമായ മരണം. കണ്ടവരൊക്കെ തലയിൽ കൈവച്ച് കരഞ്ഞുപോയ മരണം. ആ മാതാപിതാക്കൾക്ക് പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് ചെട്ടിപ്പടി കായംകുളം സ്വദേശിയും പരപ്പനങ്ങാടി ഇഷ ഗോൾഡിന്റെ പാർട്ട്ണറുമായ ഫൈസൽ പുതിയ നാലകത്തിന്റെ മകൻ അമീൻ ഷാ ഹാഷിമാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അമീൻ ഷാ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഏറെ സന്തോഷത്തോടെ ആ പൊന്നുമോന് കൂട്ടുകാരോടൊപ്പം ബന്ധു വീട്ടിൽ പോയതായിരുന്നു. ആ പൊന്നുമോൻ അറിഞ്ഞില്ല തിരിച്ചു വരുമ്പോൾ ആ പൊന്നുമോന്റെ മയ്യത്തായിരിക്കും വീട്ടിൽ കൊണ്ടുവരിക എന്ന്. പടച്ചറബ്ബിന്റെ വിധി നിങ്ങൾ നോക്കിയേ. ഇതാണ് മരണം. ബന്ധു വീട്ടിൽ ചെന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം നടക്കുന്നത്. പാളം മുറിച്ച് കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി അതിദാരുണമായി മരണപ്പെട്ടു. കളിച്ചും ചിരിച്ചും പോയ മകൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ. ഇന്നലെ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയ ഒരു പൊന്നുമോനായിരുന്നു ഇത്. കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റൂര് ഒരു രാത്രിയും പകലും ആ പൊന്നുമോനുള്ള തിരച്ചിലില്ലായിരുന്നു. ആ പൊന്നുമോന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. അവിടെ മാത്രമല്ല, നാടെങ്ങും ഈ വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥനയിലായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആയിരുന്നു ആ പൊന്നുമോനെ ആ ഒരു കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. കുട്ടികൾക്കിടയിലുണ്ടായ ചെറിയൊരു പിണക്കം. വീട്ടിലെ തന്റെ സഹോദരങ്ങളും മറ്റു ബന്ധുക്കളുടെ കുട്ടികളുമായി സിനിമ കാണുകയായിരുന്നു. അപ്പോഴാണ് ചെറിയൊരു പിണക്കമുണ്ടായത്. അങ്ങനെ വീട് വിട്ടിറങ്ങിയതാ. ഈ സമയം വീട്ടിലെ മൂത്തുമ്മ
അടുക്കളയിൽ ജോലിയിലായിരുന്നു. ഉമ്മയുടെ ഉമ്മ. വീട്ടിൽ സാധാരണ കുട്ടികളൊക്കെ കൂടുമ്പോൾ ഇതുപോലുള്ള വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ കാര്യവുമാക്കിയില്ല. അങ്ങനെ കുറെ സമയമായിട്ടും ഈ കുഞ്ഞിനെ കാണാതായപ്പോഴാണ് ഈ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് കുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലായത്. ഈ കുട്ടിയുടെ ഉമ്മയാണെങ്കിൽ സ്കൂൾ സംബന്ധമായ എന്തോ ആവശ്യത്തിന് വേണ്ടി പാലക്കാട് പോയതായിരുന്നു. അപ്പോഴാണ് ഈ അപകടം നടക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവ് വിദേശത്തുമാണ്. ഈ കുഞ്ഞിനെ കാണാതായ വിവരമറിഞ്ഞ് ചിറ്റൂരിലെ പോലീസും അഗ്നിരക്ഷാസേനയും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി പലയിടങ്ങളിലും അരിച്ചു പെറുക്കി. ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെയാണ് ഇന്ന് രാവിലെ സംഭവം കാണുന്നത്. എല്ലാവരും കരുതിയത് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയതായിരിക്കുമെന്ന്. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല ഈ പൊന്നുമോന് ഇതുപോലൊരു അപകടത്തിൽ ചെന്ന് ചാടുമെന്ന്. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചില്ല. ആ പുഴ അലക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പുഴയാണത്രേ അത്. എവിടെയായിരുന്നാലും ആ പൊന്നുമോന് സുരക്ഷിതമായിരിക്കണമേ എന്നാണ് നമ്മളൊക്കെ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന വിഫലമായി. പടച്ചറബിലേക്ക് ആ പൊന്നുമോൻ മടങ്ങിയിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വൈന്നായിലേഹി റാജിയു. ശനിയാഴ്ച കാണാതായ 6 വയസ്സുകാരനായ സുഹാന്റെ മയ്യത്ത് കിട്ടിയിരിക്കുന്നത് വീടിന് 800 കിലോമീറ്ററോളം അകലെയുള്ള കുളത്തിൽ നിന്നുമായിരുന്നു. ഇന്ന് ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. വീടിന് ചുറ്റും 5ഓളം അമ്പലക്കുളങ്ങൾ ഉണ്ടായിട്ടും സുഹാന എങ്ങനെയാണ് 800 കിലോമീറ്റർ അകലെയുള്ള ഈ കുളത്തിൽ എത്തിപ്പെട്ടു എന്നാണ് അവിടെയുള്ള ആളുകളുടെ ചോദ്യചിഹ്നമായി വന്നിരിക്കുന്നത്. എല്ലാവരെയും നോവിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്. പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ കുഞ്ഞ് അവിടെ ചെല്ലുമെന്ന്. ആളുകൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും ദൂരം ആ കുഞ്ഞ് നടന്ന് ചെല്ലുമോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. എന്തെന്നായാലും അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ആ പൊന്നുമോന്റെ കളിയും ചിരിയും അവിടെ മാഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മോനാണ്. എല്ലാവരും അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോവുകയാണ്. സൈക്കിളിലായിരുന്നു ഈ പൊന്നുമോന്റെ എന്നുമുള്ള യാത്ര. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, അവിടെ എങ്ങും സൈക്കിളിന്റെ മണി മുഴക്കിക്കൊണ്ടായിരുന്നു ആ പൊന്നുമോൻ പോയിരുന്നത്. പത്തനംതിട്ടയിലായിരുന്നു സംഭവം. സൈക്കിൾ നിയന്ത്രണം വിട്ട് ഗേറ്റിലിടിച്ചാണ് ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടു പോകുന്നത്. വാസുദേവ വിലാസത്തിൽ ബിജോയുടെ മകൻ ഭവന്താണ് മരണപ്പെട്ടത്. 14 വയസ്സ്. പത്തനംതിട്ട ഇലന്തൂർ ഇടപ്പരിയാരത്താണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. ഓമല്ലൂർ ആര്യഭാരതി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭവന്ത്. അങ്ങ് കുത്തനെയുള്ള ഇറക്കമായിരുന്നു. ആ ഇറക്കം ഇറങ്ങി വരികയായിരുന്നു. പെട്ടെന്ന് സൈക്കിൾ സ്പീഡാവുകയും അതിന് ബ്രേക്ക് കിട്ടാതിരിക്കുകയും കുട്ടിയുടെ അടുത്തു നിന്നും സൈക്കിൾ നിയന്ത്രണം വിടുകയും ചെയ്തു. അങ്ങനെയാണ് ഗേറ്റിലിടിച്ച് അതിദാരുണമായി പൊന്നുമോന് മരണപ്പെട്ടു പോയത്. എന്താ പറയാ, നമ്മുടെ പൊന്നു മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ മരണപ്പെട്ടു പോയ പൊന്നു മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബേ. നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. നീ തന്നെ നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. ഒരുപാട് കുഞ്ഞു മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളിൽ ഈ മക്കളെ നീ പെടുത്തണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ വേദന നീ കാണണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആരും മുഷിപ്പ് തോന്നരുത്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.